ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പം മാമ്പഴ സീസൺ ആണല്ലേ. നമ്മളെല്ലാവരും മാമ്പഴം വെച്ച് ഒരുപാട് റെസിപ്പീസ് ട്രൈ ചെയ്യാറുണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി മാമ്പഴം വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ മാമ്പഴം ക്യാരറ്റ് ഹൽവ. ഒരു ക്യാരറ്റ് എടുത്ത് മുറിച്ച് വെച്ചിട്ടുണ്ട്, നമുക്ക് വേവിച്ചെടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്, 1/4 കപ്പ് പാല്. ക്യാരറ്റ് വെന്തുട്ടാ നല്ലോണം വെന്തുണ്ട്. ഈ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. 2 മാങ്ങ എടുത്തിട്ടുണ്ട്, ഇത് തൊലി കളഞ്ഞ് പീസാക്കി എടുത്തിട്ട് വരാം. മുറിച്ചെടുത്ത മാമ്പഴം ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ചേക്കുന്ന ക്യാരറ്റ് പാലോട് കൂടിയാണ് ചേർക്കണം. ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. മാങ്ങ അരച്ചെടുത്തിട്ടുണ്ട്, ഇത് മാറ്റി വെക്കാം. ബൗളിലേക്ക് 1/4 കപ്പ് കോൺഫ്ലോർ ആഡ് ചെയ്യുന്നുണ്ട്, 1/4 കപ്പ് പാല് ചേർക്കാം. തണുത്ത പാലാണ്, കട്ടകളില്ലാണ്ട് മിക്സ് ചെയ്ത് വെക്കുക. കോൺഫ്ലോറും മിക്സ് ചെയ്തു, ഇതും മാറ്റി വെക്കാം. അലുവ സെറ്റ് ചെയ്യാനായിട്ട് ഒരു ബോക്സ് എടുത്ത് അതിൽ കുറച്ച് നെയ്യ് പരട്ടി വെള്ളയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ട് വേണം അലുവ റെഡിയാക്കാനായി. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യാം. നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മാങ്ങയുടെ പേസ്റ്റ് ചേർക്കാം. നെയ്യിൽ 5 മിനിറ്റ് മാങ്ങയുടെ പേസ്റ്റ് കുക്ക് ചെയ്തെടുക്കണം. മാങ്ങ 5 മിനിറ്റ് കുക്ക് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് മധുരം ആഡ് ചെയ്യാം. മാങ്ങയുടെ മധുരം അനുസരിച്ച് നിങ്ങൾ മധുരം ചേർത്താൽ മതി. ഞാൻ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കണത്. കൂടുതൽ മധുരം വേണമെങ്കിൽ അതനുസരിച്ചും ചേർത്തോളൂ. പഞ്ചസാര ഒന്ന് അലിഞ്ഞ് കിട്ടട്ടെ. പഞ്ചസാര നല്ലോണം അലിഞ്ഞതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ കോൺഫ്ലോറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോറിൻ്റെ മിക്സ് ചേർത്ത് കൈ വിടാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പാനിൽ നിന്ന് വിട്ട് വരാൻ പാകാവൂ. കോൺഫ്ലോർ ചേർത്തിട്ട് ഈ സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്യണം. 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് പാനിൽ നിന്ന് വിട്ട് വരാൻ പാകത്ത് റെഡിയാക്കി എടുക്കാം. നെയ്യ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി യൂസ് ചെയ്യാം കേട്ടോ. കോൺഫ്ലോറും നെയ്യൊക്കെ ചേർത്തിട്ട് 10 മിനിറ്റിൻ്റെ അടുത്ത് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ 1 ടേബിൾ സ്പൂണും കൂടി നെയ്യും ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ചേർത്ത നെയ്യൊക്കെ കുറേശ്ശെ പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നട്ട്സൊക്കെ ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി, കുറച്ച് കാഷ്യൂ ചേർത്തിട്ടുണ്ട്, കുറച്ച് ബദാം, കുറച്ച് കൂട്ടി ഫ്രൂട്ടി ആഡ് ചെയ്യാം. ചെറി അതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് 1 ടേബിൾ സ്പൂൺ വെള്ള എള്ള് ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യാം. നട്ട്സ് എല്ലാം ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന പാനിലേക്ക് അലുവ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അങ്ങനെ സെറ്റ് ചെയ്യണമെങ്കിൽ അതുപോലെ ആവാം, അല്ല ഇത് അങ്ങനെ എടുത്ത് തണുത്തതിന് ശേഷം അങ്ങനെ കഴിക്കുകയാണെങ്കിലും നമുക്ക് കഴിക്കാം കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് മാറ്റാം. ഇത് ഈവനാക്കി കൊടുക്കുക. അപ്പോൾ അലുവ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അടച്ച് നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഫ്രിഡ്ജിൽ വെക്കേണ്ട കേട്ടോ. അലുവ സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു കിട്ടാം. നമുക്ക് ഡീമോൾഡ് ചെയ്യാം. നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. അലിഞ്ഞു പോകൂട്ടോ, അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള അലുവയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു കളറോ ഒന്നും ചേർക്കാണ്ട് അടിപൊളിയായിട്ട് റെഡിയാക്കാൻ പറ്റും. മാമ്പഴം ക്യാരറ്റ് ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.